നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇപ്പോൾ കുറേ മോഡൽ കൊടുത്തിട്ടുണ്ട്. വിവോ ഉണ്ട്, റിയൽമി ഉണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. വിവോയിലുണ്ട്. വിവോയിൽ സ്റ്റിമാറ്റിക് കിട്ടൽ കുറവാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിമാറ്റിക് കിട്ടുന്നുള്ളത് ഷവോമിയിലാണ്. അപ്പോൾ ഷവോമീൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ നോക്കാം. ഷവോമി M10 ഉണ്ട് അല്ല, 5G വരുന്നുണ്ട്. വീണ്ടും നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്കിവിടെ കാണാം M12 ഉണ്ട്, പോക്കോ M6 Pro 5G ഉണ്ട്, റെഡ്മി 12 5G ഉണ്ട്, റെഡ്മി K30 5G. ഇതിലെല്ലാം ഏകദേശം എന്തുണ്ടാവും, സ്റ്റിമാറ്റിക് ഉണ്ടാവും. അപ്പോൾ ഇത് 1 by 1 ആയി നോക്കുന്നതിന് പകരം എന്താ പറഞ്ഞാൽ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് വെക്കുക. ഈ പേജ് ഫോട്ടോ എടുക്കുക, ഈ പേജ് ഒന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുന്നതിന് മനസ്സിലായാ? നമ്മൾ നേരെ ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താ ഫോട്ടോ എടുത്തിട്ട് വെക്കാം, ഏതൊക്കെ മോഡലിന് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തില്ല. അടുത്ത നെക്സ്റ്റ്. ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിലോട്ട് പോവാം. ഇതിൽ പോയിട്ട് നമുക്ക് ഏത് മോഡലിലാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലായി അല്ലേ? ഏത് മോഡലാണ് എടുക്കേണ്ടത്? ഷവോമി അല്ല, ഷവോമിയിൽ പോവാം. ഏത് മോഡലാണ് ഷവോമിയിൽ? ഏതെങ്കിലും ഒരു മോഡൽ. പോക്കോ M6 Pro. പോക്കോ M6 Pro 5G ഇതായത് അല്ല. ഇത് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ കാണാം സ്റ്റിമാറ്റിക് ഉണ്ട്, ഹാർഡ്വെയർ സൊല്യൂഷൻ ഉണ്ട്, തെർമിസ്റ്റർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട് അല്ലേ? ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ആവശ്യമുള്ള IC ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലേ നോക്കണം. കാരണം ഇത് ഇവർ ആഡ് ചെയ്തതാണ്, ബോർണിയോൻ്റെ ഇതാണ്, ടീമാണ് ഇത് ആഡ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ തെറ്റിയിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞാൽ ഹാർഡ്വെയർ സൊല്യൂഷൻ എടുക്കുക. ഇതിൽ കോമ്പോണൻറ്റ് നെയിം എടുക്കുക. നമ്മൾ IC ഉണ്ട്, ICൻ്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ചാർജറിന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് കാണുന്നുണ്ടായിരിക്കാം എവിടെയാ? ഇത് നേരെ വന്ന് ലൊക്കേഷൻ കിട്ടിയാ എവിടെയാ ഉള്ളത്? EMMCൻ്റെ ആ ഭാഗത്തായിട്ട് എന്തുണ്ട്? IC ഉണ്ട്. IC നമ്പർ സെയിം അല്ല, PM7250B. ലൊക്കേഷൻ കിട്ടി. ഇനി എന്താ പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്തത്. നെക്സ്റ്റ് എന്താ പറഞ്ഞാൽ സ്റ്റിമാറ്റിക് ആദ്യം ലേഔട്ട് എടുക്കാം. ഇതിൽ 3 IC ഉണ്ട്. 3 ICയും ഒരു മോഡലില്ല കേട്ടോ, ഡിഫറെൻറ്റ് മോഡലാണ്. അപ്പോൾ ചാർജിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ലൊക്കേഷന് മനസ്സിലായി, ഇതാണ് IC അല്ല. ഇനി ഇതിൻ്റെ സ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്യാം.